നടി ഹണി റോസിനെതിരായ സൈബർ ആക്രമണ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. സെൻട്രൽ ACP ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘമാണ് ഹണി റോസിൻ്റെ ഈ പരാതിയിൽ അന്വേഷണം നടത്തുക. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. മാത്രമല്ല, ഇവർക്കെതിരെ പോസ്റ്റ് ഇട്ട ഒരാൾ അറസ്റ്റിലായി. മുഖമൊക്കെ മൂടി ആ ചേട്ടൻ പോകുന്നത് കണ്ടാൽ ഈ വൃത്തികേടിന് ഇറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നു നമ്മൾ അറിയാതെ ചോദിച്ചു പോകും. ഇനിയും കുറേ പേര് കൂടി പിടിയിലാകും എന്ന വാർത്ത വരുന്നുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഹണി റോസിന്റെ 2 പരാതികൾ ആണ് കേസായിരിക്കുന്നത്. അതിൽ ഒന്ന് ബോബി ചെമ്മണ്ണൂരിനെതിരെയും മറ്റൊന്ന് ഈ കമന്റ് ഇട്ട 30 പേർക്കെതിരെയുമാണ്. ഈ കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, രൂപീകരിച്ചിട്ടുണ്ട്. സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. ആദ്യത്തെ കേസിൽ, അതായത് കമന്റ് ഇട്ട കേസിൽ 30 പേർക്കെതിരെ കേസെടുക്കുകയും 20 പേരെ തിരിച്ചറിയുകയും അതിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഇവരെ ലൊക്കേറ്റ് ചെയ്ത് വരികയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു 5 അറസ്റ്റ് കൂടി നമ്മൾ ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ ഇനി അടുത്ത നടപടി ഹണി റോസിന്റെ മൊഴിയെടുക്കുക എന്നുള്ളതാണ്. അടുത്ത ദിവസങ്ങളിൽ അവരെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ അറസ്റ്റ് അനിവാര്യമാണ്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസ് അങ്ങനെ ഒരു ഓൺലൈൻ കേസ് എന്ന രീതിയിൽ വിട്ടുകളയാൻ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നില്ല, ഹണി റോസും ഉദ്ദേശിക്കുന്നില്ല. ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇരുകൂട്ടരുടെയും തീരുമാനം. അതുകൊണ്ട് കൂടുതൽ അറസ്റ്റുകൾ ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എസ്കെ. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ജയൻ നായർ പറയുന്നു, ഷൗക്കത്തിനെ പേടിയില്ലാതിരിക്കുമോ? അതായത് ആര്യാണ ഷൗക്കത്തിൻ്റെ കാര്യമോ? നിലമ്പൂരിൽ തൻ്റെ തലയ്ക്ക് മുകളിൽ ഇവിടെ മറ്റൊരാൾ, രാഷ്ട്രീയമല്ലേ, വയറുവിഴപ്പല്ലേ? ജയൻ നായരെ അത് മാത്രമായിരിക്കില്ല. കാരണം PV അൻവർ MLA കുറച്ചധികം കാലമായി അവിടെ ഉണ്ടെങ്കിലും അത് ഇടതുപക്ഷത്തായിരുന്നു. അപ്പോൾ കോൺഗ്രസും കർഷക സമരത്തിലും ചിലപ്പോൾ ഇല്ലാതിരുന്നതിൻ്റെ അസ്വസ്ഥയായിരിക്കാം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തു വരും. കാരണം ഇനിയിപ്പോൾ PV അൻവർ MLAക്ക് UDF-ലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കക്ഷിയിലോ ചേർന്നേ പറ്റൂ.